ചോവേ, താൻ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങടോ. ഞങ്ങളുടെ നാടൊക്കെ ഒന്ന് കാണണ്ടേ? കാണാൻ മാത്രം ഉണ്ട്. താഴേക്കൊന്ന് ഇറങ്ങിക്കൂടെ തനിക്ക്? ഞാൻ ഇവിടെ ഇരുന്നോളാം. ഇതല്ലാതെ വൃത്തിയുള്ള ഒരു സ്ഥലമുണ്ടോ ഈ വീട്ടില്? പൊടിയും ചാണകവും അറച്ചിട്ട് വയ്യ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ. കൃഷിക്കാരുടെ വീടാണ്, ഇത്രയൊക്കെ സൗകര്യങ്ങളെ ഉണ്ടാവും. കൃഷിക്കാരുടെ വീടായതുകൊണ്ട് വൃത്തി പാടില്ലെന്നുണ്ടോ? ഞാൻ കാണാത്ത ഒന്നുമല്ല കൃഷിക്കാരൻ. എന്റെ ഒരു അങ്കിൾ ഒന്നാന്തരം കൃഷിക്കാരനാ. റബ്ബറും ഏലവും തേയിലയും ഒക്കെ ഉണ്ട്. അങ്കിളുടെ വീട്ടിൽ ഒരു ദിവസം പോവാം, ഒന്ന് കണ്ടു നോക്ക്. അതും ഇതുമായിട്ട് താരതമ്യപ്പെടുത്തരുത്. അവര് കൃഷിക്കാരല്ല, പ്ലാന്റേഴ്സ്. ഇത് മണ്ണിൽ പണിയെടുക്കുന്ന സാക്ഷാൽ കർഷകരാ. എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്കൊരു കംപ്ലൈന്റും ഇല്ല. ഞാൻ ഇവിടെ ഇരുന്നോളാം. താൻ ഇങ്ങനെയായ ഇവിടെ ഒറ്റപ്പെടും. ഏടത്തിയും സുധയും അമ്മയും കുട്ടികളും ഒക്കെ ആയിട്ട് ഇടപഴകണം. ഇടപഴകൽ എല്ലാവർക്കും ആവാം, ഞാൻ മാത്രം പോരാ. ഇതെന്നെ കാണുമ്പോ എല്ലാവർക്കും നാക്കിറങ്ങിപ്പോവും. എന്നോടാകെ ഇത്തിരി സ്നേഹം കാട്ടിയത് അംബികയെടുത്തിയാ. സുധയ്ക്ക് എന്നെ ഇഷ്ടമായിട്ട് കൂടിയില്ല. ഒക്കെ തന്റെ തോന്നല. തന്നോട് സംസാരിക്കാൻ അവർക്ക് ചെറിയ പേടിയുണ്ടാവും, അതാ. അത്ര ഭയങ്കര ഞാൻ അതല്ല ശോഭേ, വലിയ വീട്ടിലെ പെണ്ണ്, പഠിച്ചവള്, എന്ത് പറഞ്ഞാലാണ് ഇഷ്ടമാവുക എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. താൻ ചെല്ലുക, അവരോടൊപ്പം അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ സഹായിക്കുക, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക. ഇന്നലെ തന്നെ കണ്ടില്ലേ ഏട്ടന്റെ ഒരു ഉത്സാഹം? കണ്ടു. കൊള്ളിക്കഴിഞ്ഞ് അമൃതല്ലേ, ഒരു ചേഞ്ചിനൊക്കെ കൊള്ളാം. എന്നും കഴിക്കാൻ പറ്റുമോ? എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എന്തൊക്കെ പറഞ്ഞു. എന്നിട്ട് അമ്മയും ശ്രുതി ഒരു വാക്ക് മിണ്ടിയോ? ഏട്ടന്റെ ഒരു ചിരി ഭക്ഷണ സാധനം വായിലിട്ടിട്ട് അട്ടാസിക്കണേ എന്റെ പാത്രത്തിൽ തെറിച്ചിട്ടുണ്ടാവും. കൃഷിക്കാരും നാട്ടുമ്പുറത്തുകാരും ഒക്കെ ആവാം. മറ്റാളുകളും കൂടി ഭക്ഷണം കഴിക്കണമെന്ന് ഓർത്താ ഒരു തെറ്റുമില്ല. താൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ച ആകെ പ്രശ്നമാവും. ആഹാ, മോളെന്തിനാ അടുക്കളയിലേക്ക് വന്നേ? എനിക്കെന്താ അടുക്കളയിൽ വന്നാൽ? എനിക്കും പഠിക്കണോ എല്ലാം. ഞാൻ പഠിപ്പിച്ചേരാ, എന്റെ കൂടെ നിന്നോ. വന്ന കാലത്ത് എനിക്കും ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ. നല്ലി എന്റെ ഗുരു. ഇതെന്ത് കറിക്കാണമ്മേ? സാമ്പാറിന്. അപ്പൊ അടുപ്പിലിരിക്കണതോ സാമ്പാറല്ലേ? അത് സാമ്പാറിനുള്ള പരിപ്പാ. അതൊരു വേവാവുമ്പോ ഈ കഷ്ണങ്ങൾ ഇടണം. ഞാൻ ഇട്ട് നോക്കാം. ഇട്ടോ? അയ്യോ, പൊള്ളിയ മോളെ, തുണി കൊണ്ടെടുക്കണം. സാരില്ല. അയ്യോ, തെറിച്ചോ? ഇത്തിരി തുപ്പല് വരട്ടെ, നക്കിയാ മതി. വേണ്ട, അമ്മ നോക്കട്ടെ. അയ്യോ, അല്ലെങ്കിൽ കൈ കൊമളിക്കും മോളെ. അതിന് നക്കാ നെറ്റുണ്ടോ ഇവിടെ? അങ്ങനെ ചെയ്യാൻ പോയേ? അല്ലെങ്കിൽ അവിടെ കൈ പൊള്ളി വീർക്കും മോളെ. വീർത്തോട്ടെ. എന്താ? ഒന്നുമില്ല. മാനത്തിന് പൊട്ടി വീണല്ലേ? പൊട്ടി വീണിട്ടൊന്നുമല്ല, എനിക്ക് തുപ്പൽ അറപ്പാ. എന്തൊക്കെ രോഗാണുക്കളുണ്ടാവും. എന്താടി, എന്താ ഉണ്ടായേ? ഇവിടെ ആർക്കും മഹാരോഗമൊന്നുമില്ല. എന്താമ്മേ? ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ? നീ ആ കഷ്ണം വിട്ട് അരപ്പ് കൂട്ട. സിനിമ സുധി എന്തെങ്കിലും പറഞ്ഞോന്ന് വെച്ച് ശോഭ പിണങ്ങൊന്നും വേണ്ട. അവൾക്ക് ഇത്തിരി വാശിയും ചുണ്ടിയുണ്ട്. ഏട്ടന്മാരുടെ പുന്നാര കുട്ടിയല്ലേ. നമ്മൾ വന്നു കയറിയ പെണ്ണുങ്ങളാ. നമ്മൾ വേണം എവിടെയും താഴ്ന്നു കൊടുക്കാൻ. എന്നാലേ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവൂ. ഞാൻ ഈ കുടുംബത്തിൽ സമാധാനക്കേട് ഉണ്ടാക്കാൻ വന്നതല്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. എന്റെ വീട്ടിൽ ഞാൻ ഭയങ്കര ദേഷ്യക്കാരിയായിരുന്നു. ദേഷ്യം വന്ന കണ്ണ് കാണില്ല, കൈ കിട്ടണത് എന്തും എടുത്തെറിയും. ഇവിടെ വന്ന ആ സ്വഭാവം എടുത്താൽ ഇടിച്ചെല്ലൊടിക്കും. അതുകൊണ്ട് മാറി. പെണ്ണുങ്ങൾ അങ്ങനെയാ. സ്വന്തം വീട്ടിൽ ഒരു സ്വഭാവം, കെട്ടിക്കൊണ്ടുവരുന്ന വീട്ടിൽ ഒരു സ്വഭാവം. എനിക്ക് അങ്ങനെയൊന്നും മാറാൻ പറ്റില്ല. ഇത്തരം ചീത്ത സ്വഭാവങ്ങളൊന്നുമില്ല എനിക്ക്. ഇത്തിരി വൃത്തിയിലും അന്തസ്സിലും വളർന്നു, അത് ചീത്തയാണോ എന്നല്ലേ ഏടത്തി പറഞ്ഞത്? ഞാൻ എന്റെ അനിയത്തിയോട് പറയണ പോലെ പറയണതാ. പറഞ്ഞു തരേണ്ട കടമയുണ്ടല്ലോ. ഇവിടെ വന്ന അന്ന് മുതൽ തുടങ്ങി ചട്ടം പഠിപ്പിക്കല. പണ്ട് സ്കൂളിൽ നിന്ന് എക്സ്കർഷന് പോയപ്പോ കണ്ടിട്ടുണ്ട് കാട്ടാനെ ചട്ടം പഠിപ്പിക്കുന്നത്. ഇവിടെ അതിനേക്കാൾ ഭയങ്കര. ഞാനൊന്നും പറയില്ല. ഇനി വരൂ, ഊണ് കഴിക്കാം. ഞാൻ വന്നോളാം. ശോഭമോളെ. ഹായ് അംബിക എടുത്തി. നീ പോയിട്ട് 3-4 ദിവസമല്ലേ ആയുള്ളൂ. എനിക്ക് കുട്ടിയോട് വർത്താനം പറഞ്ഞു കൊതി മാറിയില്ല. ഞാനിങ്ങ് പോന്നു. കുട്ടിയോടും ദിവാരനും വന്നിട്ടുണ്ടോ? ഇല്ല, എനിക്ക് വൈകുന്നേരം പോണേ. ഞാൻ ഊണെടുത്ത് വയ്ക്കാം.
രണ്ടാളും കൂടി താഴേക്ക് വന്നോളൂ. ആ പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങള്? വാ ഇരിക്ക്. അന്ന് കണ്ടതിലും ക്ഷീണിച്ചു കേട്ടോ. ക്ഷീണിക്കും. പയ്യെ തിന്ന പനയും തിന്ന. ലേഡി ക്യാപ്റ്റൻ എന്താ പറയണേ? ലേഡി ക്യാപ്റ്റനോ? ഏട്ട ക്യാപ്റ്റൻ ആവുമ്പോ ലേഡി ക്യാപ്റ്റൻ ആവണല്ലോ. എന്നെ കണ്ടൂടാ. എന്റെ ഏട്ടനോട് ഞാൻ മിണ്ടണതും 10 കാശ് ചോദിക്കണതും ഇവർക്ക് ഇഷ്ടമല്ല. എന്റെ ഏട്ടനെ ഇത്ര പിശുക്കിനാക്കിയത് ഇവരാ. നല്ല സമ്പാദ്യമുണ്ട് കയ്യില്. ദേ എന്റെ കഴുത്തിൽ കിടക്കണോ കണ്ടോ? 1 പവൻ. അവരുടെ കഴുത്തിലും കയ്യിലും കണ്ടോ? പുറത്തെടുക്കാത്തത് ഇഷ്ടം പോലെ ഇനിയുണ്ട്. അമ്പികടുത്തേക്ക് ഞാൻ 2 വള തരുന്നുണ്ട്. എന്റെ ഈശ്വരാ, എന്റെ ആങ്ങളമാര് പോലും പറയാത്ത വാക്കാ. അമ്പികടുത്തേക്ക് ഇനി നിങ്ങളൊക്കെ ഉള്ളൂ. അമ്പികടുത്തി ഇനി കുറച്ചു ദിവസം എന്റെ അടുത്ത് നിൽക്ക്. ഞാനിവിടെ ബോറടിക്കുക. ഏടത്തേക്ക് ഇന്ന് പോണം. പോയിട്ട് പിന്നെ വരാം. ഞാനൊരു സത്യം പറഞ്ഞ ശോഭക്കുട്ടി വിഷമിക്കരുത്. എന്റെ സ്വന്തം അനിയത്തെ പോലെ ആയതുകൊണ്ട് പറയണ. വിജയ് ശോഭയെ കല്യാണം കഴിച്ചത് ഇവിടെ ആർക്കും ഇഷ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ലേഡിക്ക്. നല്ലിനെ കെട്ടിക്കണമെന്നായിരുന്നല്ലോ പ്ലാൻ. സ്വത്ത് കൊടുക്കണ്ടല്ലോ. അവളാവുമ്പോ പറഞ്ഞത് കേട്ട് നിന്നോളും. ഏട്ടനാണെങ്കിലോ ഭാര്യ പറയുന്നതാണ് നിയമം. അതുകൊണ്ട് പോരുണ്ടാവും. അത് നോക്കി നിന്നോളണം. എന്റെ അനിയത്തിയൊക്കെയാണ്. എന്നാലും ആ ചെറിയ വിത്തുണ്ടല്ലോ സുധാ, ചൊറിയൻ ചേമ്പ് വാശിക്കാരിയാ. വിജയ് നള്ളി കെട്ടാത്തിനുള്ള വാശിക്കാ പെണ്ണ് കണ്ട് ഉറപ്പിച്ചു പോയ ചെക്കനെ നള്ളിക്ക് വിട്ടുകൊടുത്തത്. അങ്ങനെയാണോ? അറിയാൻ ഇനി എന്തൊക്കെ കിടക്കണോ? അമ്പയടുത്തി പറഞ്ഞുതരാം. ഈ കാതി കിടക്കണത് എത്ര പോനുണ്ടാവും? അറിയില്ല. ഇഷ്ടായോ? ഇഷ്ടപ്പെട്ടിട്ട് എന്തിനാ? ഇതുപോലൊരെണ്ണം ഞാൻ തരാം. ഞാൻ ഇങ്ങനെ വേണ്ടാന്ന് പറയും. അമ്പയടുത്ത് ഇങ്ങനെ ആരും സ്നേഹിച്ചിട്ടില്ല. വാ. ആ നീ നല്ല സ്വഭാവം പഠിച്ചോ? താണ്ടുണ്ണി വാ. എന്നാ 2 ആൾക്കും കൂടിയാ. എനിക്ക് അവൻ തരില്ല ചെറിയച്ചാ. ചേച്ചിക്കും കൊടുക്കണം കേട്ടോ. കുറച്ചു കൊടുക്കാം. ഈ പൊതി എന്താ ചെറിയച്ചാ? ഇത് നിങ്ങൾക്കല്ല, ഇത് ചെറിയമ്മയ്ക്കാ. ഓർക്കണ്ട. വല്ല മഹാരോഗം പകരില്ലെന്ന് ആരറിഞ്ഞു? മഹാരോഗം? ആർക്ക്? ഈ വീട്ടിൽ എല്ലാവർക്കും എന്തോ മഹാരോഗം ഉണ്ട്. അതൊന്നും ഇല്ലാത്തവർക്ക് അത് പകർത്തണ്ടല്ലോ. ശോഭേന്തി? എനിക്കറിയില്ല. അമ്പികർത്തിയുടെ പാടത്തും പറമ്പത്തൊക്കെ നടക്കണുണ്ട്. കാര്യങ്ങളൊക്കെ ശരിക്കും നടക്കണുണ്ടോന്ന് അറിയണല്ലോ. എടി സുധേ, മിണ്ടാണ്ടിരിക്കടി. അവളുടെ ഒരു വർത്താനം. എന്തിനാ മിണ്ടാണ്ടിരിക്കുന്നേ? ഇവിടെ എല്ലാവരുടെയും വിചാരം കോലത്ത് തമ്പുരാട്ടിയാണോ? എനിക്ക് അങ്ങനെയല്ല. എന്താ എടുത്തി പ്രശ്നം? ഒന്നുമില്ല. പോയി കുപ്പായം മാറുക. ഏടത്തി കാപ്പി തരാം. ഏയ്, ഇതെന്താ ഒറ്റയ്ക്ക് തപസ്? അമ്പികടുത്ത് വന്നിട്ട് എന്ത് പറഞ്ഞു? പോയി. പാവം, ഞാൻ 2 വളയും 1 കമ്മലും കൊടുത്തു. ഓഹോ, അത് കൊള്ളാം. പിന്നെ ഇന്നിവിടെ എന്താ പ്രശ്നം ഉണ്ടായേ? ഞാനൊരു പ്രശ്നം ഉണ്ടാക്കിയില്ല. ഈ വീട്ടിൽ ഞാൻ അനങ്ങിയ കുറ്റ. സുഖമായിട്ട് വഴക്കുണ്ടായോ? വേണ്ട, ഒന്നും ചോദിക്കണ്ട. ആരെന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കണം. ഞാൻ പറയാത്ത കാര്യം കൂടി പറഞ്ഞുണ്ടാക്കും. ഇന്ന് അടുക്കളയിൽ വെച്ച് എന്റെ കൈയൊന്ന് പൊള്ളി. അമ്മ എന്റെ കയ്യിൽ തുപ്പല് പുരട്ടിയപ്പോ ഞാൻ വേണ്ടാന്നൊന്നും പറഞ്ഞുപോയി. അതിന് സുധ എന്തൊക്കെയാ പറഞ്ഞത്? ഇവിടെ ആർക്കും മഹാരോഗം ഇല്ല, ഞാൻ മാനത്തുനിന്ന് പൊട്ടി വീണതാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ചോറ് പോലും ഉണ്ടില്ല, അറിയോ? എന്നിട്ട് പട്ടിണി ഇരുന്നോ? ഞാൻ പട്ടിണി ഇരുന്നാലെന്ത്? ആർക്ക് നഷ്ടം? എല്ലാവർക്കും എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്തിറക്കിയാൽ മതിയെന്ന. ഇങ്ങനെയാ പപ്പടം എഴുതണേ. നോക്ക്. പപ്പടം. നീ എന്തിനാണ് ശോഭയോട് വഴക്കുണ്ടാക്കിയത്? ഞാൻ വഴക്കൊന്നുണ്ടാക്കില്ല. മോണ പറയുന്നോടി. വഴക്കുണ്ടാക്കാണ്ട് അവൾ കരയണേ. ഇന്ന് ഉച്ചയ്ക്ക് ഊണ് പോലും കൊടുത്തോ നിങ്ങള്? വിളിച്ചിട്ട് വരാത്തന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? അങ്ങനെ നിരാഹാരം ഇരിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ. പെണ്ണുങ്ങൾക്ക് ഇത്ര അഹങ്കാരം പാടില്ല. അടിച്ച് ശരിപ്പെടുത്തിക്കോ ഞാൻ തന്നെ. എന്താണ് കാര്യം? എന്തിനാളെ അടിക്കണേ? എന്നെ ശരിയാക്കണേ. എന്റെ അമ്മ വെല്ലൊക്കെ കൊണ്ടുവിടെ. പെണ്ണിന് ശരിയാക്കും. ഞാൻ ആരുമല്ല നിന്റെ. അതന്നെ എനിക്ക് പറയാനുള്ളത്. ഏട്ടൻ ആരും അല്ലാണ്ടാവരുത്. മിണ്ടാണ്ടിരിക്കടി. അമ്മ മിണ്ടായിരിക്കെ. ഇങ്ങനെ ഉണ്ടാവും ഒരു അസൂയ. ശോഭയ്ക്ക് കുറച്ച് പണവും സൗന്ദര്യം ഉണ്ടായിപ്പോയി എന്ന് വെച്ച് എല്ലാവരും കൂടെ അവളെങ്കിലും കഷ്ടപ്പെടുത്തണം. വിജയ, നീ കഥ അറിയാതെ ആട്ടം കാണുക. കാര്യം അറിയാതെ വല്ലതും പറയരുത്. അവളെ എന്ത് കഷ്ടപ്പെടുത്തിയെന്നാ നീ പറയണേ? എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും ചില അരിശം തീർക്കല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് മതി. ഞാനാണല്ലോ ചിലരുടെ ഇഷ്ടത്തിനെതിരെ നിന്നത്. അവളെന്താ പഴച്ചേ? വിജയ, നീ വെറുതെ തോന്നലൊന്നും പറയണ്ട. ഇപ്പൊ ഇവിടെ ഉണ്ടായെന്ന് പറയണത് ഒരു നിസ്സാര കാര്യമാണ്. എനിക്കത് നിസ്സാര കാര്യമല്ല. ശോഭയുടെ അച്ഛൻ എന്നെ വിശ്വസിച്ച് കല്യാണം കഴിച്ചു തന്നതാ. അവൾക്കൂടെ സമാധാനവും ഇല്ല, നേരത്തിന് ഭക്ഷണം കൂടി ഇല്ലാന്ന് പറഞ്ഞാ എനിക്കത് നിസ്സാര കാര്യമല്ല.
എന്താടാ എന്താ? ഏട്ടൻ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഞാനിവിടെ ഇല്ല. ഇവിടെ എല്ലാരും കൂടെ ശോഭ എലീനെ പോക്കണ പോലെ പോയ്ക്കുക. അതൊക്കെ നിന്റെ തോന്നല. അതിന് മാത്രം എന്താ ഇവിടെ ഉണ്ടായേ? ഏട്ടൻ ഒന്നും അറിയില്ല, അല്ലെങ്കിൽ അറിയില്ല എന്ന് ഭാവിക്കുക. ഇങ്ങനെയൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാ. ഞാൻ അവളെ വിളിച്ച് മാറിത്തരാം. എന്താ വിജയ് പറഞ്ഞേ? പിന്നല്ലാതെ താഴാവുന്നിടത്തോളം താഴ്ന്നുണ്ട്. എന്നിട്ടും എല്ലാവരും കൂടെ അവളെ ഒറ്റപ്പെടുത്തുക. അവൾക്ക് അങ്ങനെ സഹിക്കേണ്ട കാര്യമൊന്നുമില്ല. കേട്ടോടേ, പറഞ്ഞു കേട്ടോ. എല്ലാവരും കൂടെ എന്റെ തലയ്ക്ക് താന്ത് പിടിപ്പിക്കും. അതിന് മാത്രം ഒന്നും ഉണ്ടായില്ല. ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, അത്രേ ഉള്ളു കാര്യം. അതിനിങ്ങനെ നടന്ന് തുള്ളേണ്ട കാര്യമൊന്നുമില്ല. സുധ പറഞ്ഞത് ശരി തന്നെയാ. മാനത്തൊന്ന് പൊട്ടി വീണതാവും. ഒരൊറ്റ അടിയടിച്ചാണ്ടല്ലോ കാരണക്കല്ലേ ഞാൻ തകർക്കും. ഇനി നീ തുടങ്ങിക്കോ. നിന്റെ വായിന് എന്തെങ്കിലും വീണോന്ന് അറിഞ്ഞാ അതോടെ തീർന്നു. ഞാനൊന്നും പറഞ്ഞില്ല എന്റെ പൊന്നെ. അമ്മയ്ക്കൊന്ന് കണ്ടറിഞ്ഞു നിന്നൂടെ? എനിക്ക് വയ്യ. അവളൊരു കെട്ടിലമ്മ. എന്റെ കുടുംബത്തെ അന്തച്ചിത്രം ഉണ്ടാക്കും അവള്. പൊന്നെന്ന് കരുതിയത് കാക്കപ്പന്ന. എന്നെ പറഞ്ഞാ മതി. എന്റെ നളിനി ആയിരുന്നെങ്കിൽ. ആ, നിങ്ങൾക്കൊരു കാർ വിളിച്ചോണ്ട് വരാൻ പറ്റുമോ? ഒരു ടാക്സിക്കാർ വിളിച്ചോണ്ട് വരാമോന്ന്? കാറിപ്പോ എവിടെ കിട്ടാനാ? എവിടെയാ കിട്ടുമെന്ന് എനിക്കറിയില്ലല്ലോ. ഈ ലോകത്ത് എവിടെങ്കിലും കിട്ടാണ്ടിരിക്കില്ല. നിങ്ങളെന്താ കളിയാക്ക? എന്താ ശോഭേ? ഒരു ടാക്സി എവിടെ കിട്ടുമെന്ന് ചോദിച്ചപ്പോ ഇയാൾ പൊട്ടം കളിക്കുന്നു. പൊട്ടനായതുകൊണ്ടല്ലേ പൊട്ടൻ കളിക്കണത്? കുഞ്ഞമാമ അങ്ങനെയാ. എങ്ങനെ? എന്റെ അടുത്ത് വേണ്ട. എല്ലാവരുടെ ഒപ്പം കയറിയിരുന്ന് വെട്ടി വിഴുങ്ങുമ്പോ ഈ പൊട്ടം കളിയില്ലല്ലോ. സാരല്ല, ആ ജംഗ്ഷൻ വരെ നടന്നാ കിട്ടും ടാക്സി. സാരമില്ല, നിർത്തേണ്ടടുത്ത് നിർത്തണം. വാ. ആ എടുത്തേ, ഞങ്ങളൊന്ന് പുറത്തു പോവുക. വരാൻ വൈകും. ഊണഴിക്കണ നേരമാകുമ്പോഴേക്കും എത്തില്ലേ? ഊണൊന്നും വേണ്ട, ഞങ്ങൾ ടൗണിൽ നിന്ന് കഴിക്കും. വാ പോവാ. ഞാൻ വരട്ടെ ചെറിച്ച? എന്തിന്? അവിടെ മര്യാദയ്ക്കിരുന്ന് നാമം ജപിക്ക്. കുഞ്ഞുമാമ, ശോഭ പറയണതൊന്നും കാര്യാക്കണ്ട. പണ്ടാരങ്ങനെ ഇവിടെ ഉള്ളവർക്ക് നാട് വിട്ടുപോയോ? നെല്ല് മുഴുവൻ കോഴി തിന്നണല്ലോ. ഇത് എങ്ങനെ ഉണ്ടാക്കണം ആർക്കും അറിയണ്ടല്ലോ. ഞാനിപ്പോ ചെക്കിട്ട് അങ്ങോട്ട് പോയതേ ഉള്ളൂ. കുഞ്ഞമ്മാമ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ. ആളാ കുഞ്ഞമ്മാവ. ഉണക്കായിട്ടില്ലേ? ആ കുളിച്ച് കുപ്പായം മാറി. എന്താ പെണ്ണ് കിട്ടാൻ പോണ്ടോ? എന്താ കുഞ്ഞമ്മാവേ, നിങ്ങൾക്കൊക്കെ കണ്ണി ചോരയില്ലേ? ബാക്കിയുള്ള ചോര നീരാക്കി ഇതൊക്കെ ഉണ്ടാക്കണേ. എന്നിട്ട് കാക്കയ്ക്കും കോഴിക്കും കൊടുക്കാനല്ല. എന്നാ പാടത്ത് ഉഴവ് നടക്കാണ്. അങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കാറുന്നില്ലേ? ഒരു കഴ തുറക്കാനോ അടക്കാനോ, എന്തിനാ തൂമ്പ ഒന്ന് എടുക്കാൻ പോലും ഉഴവ് വെറുതെ ഞാൻ തന്നെ പോണം. കട്ടുണ്ട്. എന്താ ഒന്നും മിണ്ടാത്തേ? ഇതാണ് എനിക്ക് കലി കയറണത്. എന്തെങ്കിലും ഒന്ന് ചോദിച്ചാ ഒന്നീ പൊട്ടം കളിക്കും, അല്ലെങ്കിൽ ഒരു ചരഞ്ഞ ചിരി. ഞാൻ പറഞ്ഞാ മതി, ഇവറ്റകൾക്കൊക്കെ വേണ്ടി പോത്തിനെ പോലെ പണിയെടുക്കണ ഇന്ന വേണം അടിക്കാൻ. വിളിച്ചോ വിളിച്ചോ, നല്ല ഭംഗിയുണ്ട്. കുഞ്ഞുമാമയ്ക്ക് സന്തോഷായി. നിന്റെ നാട് ചീത്ത കേട്ട് പോണമെന്നുണ്ടായിരുന്നു. മനസ്സ് നിറഞ്ഞു. പോവേ എങ്ങട്? നളിനിയുടെ അടുത്തേക്ക്. എന്തിന്? ഇവിടെ എന്താ കുഞ്ഞമാമയ്ക്ക് ഒരു കുറവ്? നീയുള്ളടത്ത് കുഞ്ഞുമാമയ്ക്ക് ഒരു കുറവും ഉണ്ടാവില്ല. എന്നാലും പോണം, അതാ നല്ലത്. അല്ലെങ്കിൽ എന്താ കുഞ്ഞമാമ ആരെയും എന്തെങ്കിലും പറഞ്ഞോ? ആരൊന്നും പറഞ്ഞില്ല. പിന്നെന്തിനാ പോണേ? എന്താമ്മേ? അവൻ ഇപ്പൊ ഇവിടെ ഒരു സമാധാനം ഇല്ലയെന്ന് ശോഭ എന്തോ പറയോറ്റോ ചെയ്തു. എന്തു പറഞ്ഞു? ഒന്നുമില്ല, അതൊന്നും സാരമില്ലെന്നേ. എന്തെന്നറിയില്ല, ആകെ ഒരു സമാധാനക്കേട്. നളിനിനെ കാണാത്തോണ്ടായിരിക്കും. അതൊന്നും അല്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ കുടുംബത്താകെ ഒരു താളം തെറ്റിലുണ്ട്. എല്ലാരും ഉള്ളിൽ എന്തൊക്കെയോ മറയ്ക്കണം, എന്തൊക്കെയോ നീറണം. വെളുപ്പിന് മകരത്തിലെ മഞ്ഞത്ത് നിൽക്കണ പോലെ ആകെ ഒരു പുകമയം. കുഞ്ഞമാമ വയ്ക്കോ വയ്ക്കോ. ഇനി യാത്രയില്ല. ഇപ്പൊ തന്നെ? പിന്നെ എപ്പോഴാ? പറയാതെ പോണെന്ന് ആദ്യം വിചാരിച്ചത്. പിന്നെ ഓർത്തു പറഞ്ഞിട്ട് ഒറ്റ പോക്കങ്ങോട്ട് പോവാം. ഇനി നിന്നാ പോകാൻ പറ്റില്ല. കുഞ്ഞമാമയ്ക്ക് കാശുമല്ലോ? ഒന്നും വേണ്ട, ഒക്കെ മാലകുട്ടിയോട് വാങ്ങിയിട്ടുണ്ട്. ഊണ് കഴിച്ചിട്ട് പോവാടാ. വേണ്ടമേ,
പോണെങ്കിൽ ഇപ്പൊ തന്നെ പോട്ടെ. ഈ വയ്യ. ഞാൻ വരാം കുഞ്ഞമാവേ, അങ്ങോട്ട് വരാം. ഇന്ന എല്ലാവരോടും കുഞ്ഞുമക്കളോടും വിജയനോടും താൻ ആകെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കണം. അതായി തൊടുന്നതും പറയുന്നതും ഒക്കെ ദേഷ്യം. നമുക്കൊരു കാര്യം ചെയ്യാം. കുറച്ചു ദിവസം നമുക്ക് തന്റെ വീട്ടിൽ പോയി നിൽക്കാം. എത്ര നാള്? എത്ര നാള് വേണമെങ്കിലും. തന്റെ ഇഷ്ടം. എനിക്കിഷ്ടല്ല. എന്റെ വീടാണെങ്കിലും നിങ്ങൾക്കത് ഭാര്യ വീടാ. ഭാര്യ വീട്ടിൽ താമസിക്കാൻ നിങ്ങൾക്ക് നാണക്കേടില്ലായിരിക്കും. എനിക്കൊരു അഭിമാനമുണ്ട്. വേണ്ട, നമുക്ക് ടൗണിൽ ഒരു വീടെടുത്ത് മാറിയാലോ? എന്തിന്? ഓ, എന്റെ ശല്യം ഒഴിവാക്കി കൊടുക്കണം അല്ലേ? അതല്ല ശോഭെ, എനിക്ക് കോടതി പോകാനും വരാനും ഒക്കെ ഉള്ള സൗകര്യം. അതിന്റെ ആവശ്യമൊന്നുമില്ല ഇപ്പോ. ഇത് നിങ്ങൾക്ക് അവകാശപ്പെട്ട വീടാ. ഇവിടുന്ന് മാറേണ്ടവര് മാറട്ടെ. നമ്മൾ എങ്ങടും പോകുന്നില്ല. ഇതൊക്കെ ആര് പറഞ്ഞു തന്നു? ഞാൻ അത്ര വിഡ്ഢിയൊന്നുമല്ല. എനിക്കറിയാം